നടൻ മോഹൻലാൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അതേപോലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ആളുകൾ തിരക്ക് പിടിച്ച് തള്ളിക്കയറുന്നുണ്ട്. അതിന്റെ പ്രതികരണം കിട്ടാൻ വേണ്ടി ആ കാഴ്ചയാണ് കാണുന്നത്. മുടവൻ മുകളിലാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി ഒരു അരമണിക്കൂറിലധികം നിന്ന ശേഷം വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പഠിച്ച സ്കൂൾ തന്നെയാണ്. അവിടെ പുറത്തേക്ക് ഇറങ്ങാണ്. മാധ്യമങ്ങൾ പ്രതികരണം ആരായുന്നുണ്ട്. ചെറിയ പ്രതികരണം ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ, അങ്ങനെ ചെറിയ ഒരു പ്രതികരണം ഉണ്ടാവാറുണ്ട് മോഹൻലാലിന്റെ ഭാഗത്ത്. പക്ഷേ ഇക്കുറി അത് വലിയ തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി അവിടെ നിന്ന് മടങ്ങാണ്. രാവിലെ തന്നെ മോഹൻലാൽ എത്തി. അദ്ദേഹം പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഉറപ്പായും അരമണിക്കൂർ ആ ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ പഴയ സ്കൂൾ കാലം പണ്ട് മാവിലെറിഞ്ഞ ഓർമ്മയൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി ഇരമ്പി പായുന്നുണ്ടാവണം. ഇരമ്പലോട് ഇരമ്പലാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക്, ഏത് ബൂത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ആഷ്മി? ഇത് എനിക്കറിയില്ല, തിരുവനന്തപുരത്തെ ബൂത്തിലാണോ എന്നറിയില്ല. എന്തായാലും പൃഥ്വിരാജ് അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. എറണാകുളത്തെ ബൂത്തിൽ മോഹൻലാൽ കടന്നുപോയി അല്ലേ വാഹനത്തിൽ കയറിയത്. സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ചെറിയൊരു പ്രസ്താവനയൊക്കെ നടത്തി കുറിച്ചൊന്ന് പ്രശംസിച്ചിട്ടൊക്കെ പോകുന്ന പതിവാണ്. ഇന്ന് അദ്ദേഹം പതിവ് തെറ്റിക്കുന്നു. എനിക്ക് തോന്നുന്നത് അവിടെ ഈ ബൂത്തിനടുത്ത് ബഹളങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാവാം. റീജിയണൽ ഫിഷറീസ് സ്കൂൾ തേവരയിലാണ് പൃഥ്വിരാജിന്റെ വോട്ട്. പൃഥ്വിരാജ് വോട്ട് അതിനിടയ്ക്ക് നെയ്യാറ്റിങ്കര മണ്ഡപത്തിലെ JBS സ്കൂളിലെ 64 നമ്പർ ബൂത്തിൽ പോളിംഗ് നിർത്തിവെച്ചു. കാരണം വോട്ട് ചെയ്യാമെന്ന ഒരു വൃദ്ധൻ അറിയാതെ 2 വോട്ട് രേഖപ്പെടുത്തി. 4 പേർ വോട്ട് രേഖപ്പെടുത്തി 5 വോട്ട്. അപ്പോൾ RO അറിയിച്ചു. പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും പുനരാരംഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 പേര് 5 വോട്ട് ചെയ്യാൻ പാടില്ല. 4 പേര് 5 വോട്ട് ചെയ്യാൻ പാടില്ല. അത് വലിയ ഒരു പ്രശ്നമായിരുന്നു. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന അടുത്ത 5 കൊല്ലം കേരളം ആര് ഭരിക്കുമെന്നുള്ള തീരുമാനമെടുക്കുന്ന ദിവസമാണെന്ന് നേരത്തെ തന്നെ മിക്കവാറും സമുന്നതരായ പല നേതാക്കന്മാരും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നപ്പോൾ മന്ത്രി കൂടിയായ നമ്മുടെ വേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന നിമിഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ PV അൻവറാണ് PA മുഹമ്മദ് റിയാസിന്റെ തൊട്ടടുത്ത എതിരാളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഒരു UDF തരംഗം ഉണ്ടാകുമെന്നൊക്കെ KPCC പ്രസിഡന്റ് പറയുന്നുണ്ട്. പക്ഷേ ആരാണ് തരംഗം ഉണ്ടാക്കുന്നത് എന്നറിയാൻ നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആ തീരുമാനം ഇന്നുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വളരെ സമാധാനപരമായി വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും, പ്രത്യേക ആരോപണങ്ങൾ വന്നാലും നമ്മൾ വോട്ട് ചെയ്യുന്ന ദിവസം ഒരു പ്രശ്നങ്ങളും ഗുലുമാനം ഒപ്പിക്കാതെ തന്നെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ആഷ്മി, നേതാക്കൾ വളരെ സൂക്ഷ്മമാത്രം പ്രതികരിക്കുന്ന ദിവസം കൂടിയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ ചർച്ചാ വിവാദം ഉണ്ടാകുന്നത്. വേറൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് അതിലെ കട്ടൻ ചായ പരിപ്പോടെയും പുസ്തക വിവാദം ഉണ്ടാകുന്നു. അങ്ങനെ രാവിലെ നേതാക്കളുടെ വായിൽ നിന്ന് വീഴുന്നൊക്കെ ഒരു പക്ഷേ ആ തെരഞ്ഞെടുപ്പോളം നീണ്ട വലിയ വിവാദമാവില്ല. ഇതുവരെ ഇല്ല. ആരാണ് ആദ്യം പൊട്ടിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ദിവസം മുഴുവൻ നീണ്ടു ചർച്ചയായി മാറിയ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും വോട്ടർമാരെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അറിയാം, വളരെ വൈകിയാണ് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത്. കാരണം അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി നിയമവ്യവഹാരങ്ങളിൽ പെട്ടത് കാരണം അവസാന നിമിഷം വരെ കാത്തിരുന്നു. ആന്റണി രാജുവിന് കേസ് വന്നു. അദ്ദേഹം മത്സരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ നല്ല ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാകും അല്ലേ? അപ്പോൾ പരിപ്പൊടിയും കട്ടൻ ചായയും ഒക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. കൊട്ടാരക്കലിൽ മത്സരിക്കുന്ന KN ബാലഗോപാൽ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ തൊട്ടടുത്ത എതിരാളി ഐഷ പൂറ്റിയാണ്. UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് ക്യൂ നിൽക്കുകയാണ്. പറവൂരിലെ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ്, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അവിടെ അദ്ദേഹം പിറവത്തെ സ്ഥാനാർത്ഥിയാണ് അനൂപ് ജേക്കബ്. എത്രയോ കാലമായി അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA ആണ് പിറവത്ത്. അവിടെ എനിക്ക് തോന്നുന്നത് പിറവത്തെ മുനിസിപ്പൽ ചെയർമാൻ കൂടി സാബു ആണ് തൊട്ടടുത്ത എതിരാളി. അവിടെ ധർമ്മടത്ത് ഒരു പിണറായി മുണ്ടയോട് 105-ാം ബൂത്തിൽ യന്ത്ര തകരാറുണ്ട്. തിരൂരിൽ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. പോളിംഗ് ആരംഭിക്കും മുമ്പ് തന്നെ അവിടെ മെഷീൻ തകരാറ്. കുറേ അധികം സ്ഥലങ്ങളിൽ നിന്നും ഈ വോട്ടിംഗ് മെഷീൻ തകരാറ്. പത്തനംതിട്ട തോട്ടുപുറം UPS 217-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. രാമനാട്ടുകർ ഗവൺമെന്റ് UP സ്കൂൾ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് തന്നെയാണത്. അത് സ്വാഭാവികമാണോ? അതിൽ കുറച്ച് കൂടുതൽ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ടോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറുകളുടെ കുറേയധികം വാർത്തകൾ വരുമ്പോൾ തോന്നുന്നു. പക്ഷേ അതൊക്കെ പരിഹരിച്ച് വളരെ പെട്ടെന്ന് തന്നെ വോട്ടിംഗ് പുനരാരംഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന ബൂത്തിലടക്കം വോട്ടർമാരുടെ നീണ്ട നിര
അവിടെ പ്രകടമായി കാണാം. എന്തുകൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങുന്ന സമയമാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യം അറിയില്ല. അങ്ങനെ തകരാറിലൊക്കെ ആവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ വോട്ടിംഗ് വല്ലാതെ വൈകാനും ഒക്കെ അത് കാരണമാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. കുമ്മനം രാജശേഖരൻ, ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ, അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ്. വോട്ട് രേഖപ്പെടുത്താൻ തീപാറുന്ന പോരാട്ട അവസരത്തിൽ അങ്ങനെ ഉണ്ടായ പല മണ്ഡലങ്ങളിലൊന്നാണ്. മന്ത്രി P. മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് കെ മാണിയുടെ കല്ലറയിൽ ജോസ് കെ മാണി എത്തിയിരിക്കുകയാണ്. ഭാര്യ നിഷയും അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളും മുഴുവനായിട്ടാണ് ഇപ്പോൾ കെ മാണിയുടെ കല്ലറയിൽ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ കല്ലറയിൽ കുടുംബാംഗങ്ങളുമായി വന്ന് പ്രാർത്ഥിക്കുക. ജോസ് കെ മാണിയുടെ പതിവാണ്. ആ പതിവ് ഇത്തവണ എത്തിയിരിക്കുന്നില്ല. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേമത്ത് അദ്ദേഹം വോട്ട് ചെയ്യാൻ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി ശ്രീലേഖയും അവിടെ ഉണ്ട്. ശ്രീലേഖ അവിടെ ഉണ്ട്. മാത്രമല്ല ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവിലല്ല വോട്ട്, തിരുവനന്തപുരം സെൻട്രലിലെ വോട്ടറാണ് ശ്രീലേഖ. അവർ രാവിലെ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഒരുപാട് ജനപിന്തുണ അവർക്കുണ്ടെന്നും ശ്രീലേഖ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് NDAയുടെ വോട്ടുകൾ കൂടും എന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.